അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടിക്ടോക്കിൽ ആഹാരം എന്നുള്ളൊരു ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായ ഒരു റെസിപ്പിയാണിത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഡ്രൈ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇവിടെ ബദാം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ അത് മാത്രമാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര ഡ്രൈ നട്ട്സ് ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു 15 ഡേറ്റ്സോളം എടുത്തിട്ടുണ്ട്. അതിനെയും ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ്. ഇവിടെ 1 കപ്പ് സേമിയയ്ക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ തിളപ്പിച്ച പാലാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള സേമിയാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇവിടെ ചെറിയൊരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ടായതുകൊണ്ട് അതാണ് ഞാൻ ഒഴിച്ചെടുത്തത്. ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഡേറ്റ്സിൻ്റെ മധുരം നോക്കി ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇടണം, അത് വീഡിയോയിൽ മിസ്സായിപ്പോയി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നന്നായി കുറുകി വരണം. ഈ ഡേറ്റ്സും സേമിയയും ഒക്കെ നന്നായി വെന്ത് വരണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. ചെറിയ തീയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതോടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറുകി വരുമ്പോൾ ഏകദേശം ഒരു കളറ് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഷീർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ നട്ട്സ് ആഡ് ചെയ്തിട്ട് കൂടുതൽ ഹെൽത്തി ആക്കാൻ നോക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.